ഹായ് എവരി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേറ്റർ ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം RRP ആണ്. മകളെ, നീറ്റിന്റെ പ്രിപ്പറേഷൻ ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ നമ്മുടെ ചാനലിലൂടെ +1 +2 സെപ്പറേറ്റ്ലി അതിന്റെ പാർട്ട് 1 പാർട്ട് 2 ടെക്സ്റ്റുകളുടെ അനാലിസിസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ അവസാന നാളുകളിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെ, ഏത് ഏരിയക്ക് കൂടുതൽ വെയിറ്റേജ് കൊടുക്കണം എന്നും പറഞ്ഞ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നമ്മൾ +1 പാർട്ട് 1 അതേപോലെ +2 പാർട്ട് 1 വീഡിയോയുമായിരുന്നു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ റീസൺ വേറൊന്നുമല്ല, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള രണ്ട് ടെക്സ്റ്റുകളാണ്. സോ ഇന്ന് നമ്മൾ +2 പാർട്ട് 2 ടെക്സ്റ്റിന്, അതായത് റയോപ്റ്റിക്സ് തൊട്ട് അങ്ങോട്ടുള്ള ചാപ്റ്ററുകളിൽ ഏറ്റവും വെയിറ്റേജ് കൊടുക്കേണ്ട ടോപ്പിക് ഏതാണ്, കഴിഞ്ഞ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച ഏരിയാസ് ഏതൊക്കെയാണ്, നമുക്കൊന്ന് പെട്ടെന്ന് നോക്കി വരാം. ഈ വീഡിയോ ഞാനൊരു 15 മിനിറ്റിനുള്ളിലേക്ക് ചുരുക്കി തന്നെ പെട്ടെന്ന് ഇത് തീർത്തു തരാം. പക്ഷേ കാരണം നമ്മൾ വെറുതെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇനിയും കണ്ട് ഒരുപാട് സമയം കളയാൻ നമുക്കില്ല എന്നുള്ളതാണ്. എന്നിട്ട് നിങ്ങളൊരു 1.5x വല്ലതും ഇട്ട് കണ്ടോളൂ, ഒരു പ്രശ്നവും ഇല്ല. ഇനി കാണാൻ ഒട്ടും സമയമില്ലാത്തവർക്ക് ഇതിന്റെ സ്ലൈഡ്സ് എങ്കിലും ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ടൊന്ന് നോക്കി പോവുക. കാരണം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും, ഒരു ഓവറോൾ ഐഡിയ, ഒരു ചാപ്റ്ററിന്റെ ഏത് ഏരിയക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നൊക്കെ ഒരു ഐഡിയ കിട്ടും. അതിനുവേണ്ടി മാത്രമാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾ നോക്കിക്കേ, റയോപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഒരു 5 വർഷത്തെ 2020 തൊട്ട് 24 വരെയുള്ള അനാലിസിസ് ആണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. ഈ ഇത്രയും ചാപ്റ്ററുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ടൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. റയോപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ 2 അല്ലെ 3 ക്വസ്റ്റ്യൻ വെച്ച് ഓൾട്ടർനേറ്റ് ചോദിക്കുന്നുണ്ട്. 2, 3, 2, 3, 2 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 2025 എന്തുകൊണ്ട് 3 ക്വസ്റ്റ്യൻ വരെ ഇതിൽ നിന്ന് ചോദിച്ചുകൂടാ എന്നൊരു പ്രതീക്ഷ നമുക്ക് വെക്കാൻ പറ്റും. പോട്ടെ, മിനിമം 2 ക്വസ്റ്റ്യൻ കിട്ടുന്ന ഒരു ചാപ്റ്റർ ആണ് റയോപ്റ്റിക്സ്. അത്യാവശ്യം നല്ലൊരു ചാപ്റ്റർ ആണ്, പഠിക്കാൻ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഏറ്റവും നല്ല വെയിറ്റേജ് കൊടുക്കാൻ പറ്റിയ ഒരു ചാപ്റ്റർ ആണ്. പക്ഷെ +2 പാർട്ട് 2 എത്തിയാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. സെമി കണ്ടക്ടറിൽ നിന്നും എല്ലാ വർഷവും 3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നല്ലൊരു വെയിറ്റേജ് കൊടുക്കാൻ പറ്റിയ ഏരിയ ആണ് സെമി കണ്ടക്ടർ എന്ന് പറയുന്ന ചാപ്റ്റർ. അത്രയും വെയിറ്റേജ് കൊടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വെയിറ്റേജ് കൊടുക്കാൻ പറ്റിയ ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. ആൻഡ് ഫൈനലി ഡ്യുവൽ നേച്ചർ ആൻഡ് മാറ്റർ റേഡിയേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ്. പിന്നെ നിങ്ങൾ എപ്പോഴും ഓർക്കുക, ഇത് നിങ്ങൾ 3 ചാപ്റ്റർ ആയിട്ട് കാണണ്ട. അത് ഞാൻ മുൻകൂട്ടി എപ്പോഴും പറയുന്ന കാര്യമാണ്. ഈ ആറ്റം ന്യൂക്ലിയർ ഡ്യുവൽ നേച്ചർ എന്ന് പറയുന്ന ഈ ഒരു ഏരിയ നിങ്ങൾ 3 ചാപ്റ്റർ ആയിട്ട് കാണാനേ പാടില്ല. ഇത് 3 കൂടെ ഒരു സിംഗിൾ ചാപ്റ്റർ ആയിട്ട് കാണുക. നമുക്ക് ഏറ്റവും കുറഞ്ഞത് 5 ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ഈ 3 ചാപ്റ്ററിൽ നിന്ന്. കാര്യം അതെല്ലാവരും ചെയ്യും, ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. 3 ഈസി ചാപ്റ്ററുകളാണ്, ജസ്റ്റ് തിയററ്റിക്കൽ ചാപ്റ്ററുകളാണ്. പ്രോബ്ലമാറ്റിക് സൈഡ് വളരെ ഡയറക്റ്റ് ഇക്വേഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുള്ളൂ. സോ നിങ്ങൾ അങ്ങനെ ഒന്ന് വെയിറ്റേജ് പ്രയോറിറ്റൈസ് ചെയ്യുക. റയോപ്റ്റിക്സിൽ നിന്നും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മിററിന്റെ കോമ്പിനേഷൻ, മിറേഴ്സിൽ നിന്നൊന്നും അധികം ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷെ ലെൻസിൽ നിന്നും, അതുപോലെ പ്രിസം, ഏറ്റവും വെയിറ്റേജ് കൊടുക്കാൻ പറ്റിയ ഏരിയയാണ് പ്രിസം. പ്രിസത്തിൽ നിന്ന് പല തവണയായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ലെൻസ് മേക്കേഴ്സ് ഫോർമുല, അതുപോലെ ടെലിസ്കോപ്പ് ഒക്കെ നമുക്കറിയാം മിക്കപ്പോഴും കാണുന്ന, അല്ലെങ്കിൽ ടെലിസ്കോപ്പ് എന്നല്ല, ഈവൻ നമ്മുടെ ആ മെഷറിംഗ് ഇൻസ്ട്രുമെന്റുകളെല്ലാം തന്നെ, മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് എന്നല്ല, നമ്മുടെ ഇൻസ്ട്രുമെന്റ്സുകൾ ഉണ്ടല്ലോ, മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ഈ ഏരിയയിൽ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഈ ചാപ്റ്ററിൽ നിന്ന് സത്യം പറഞ്ഞാൽ സ്പെസിഫിക്കലി പറയാനാണെങ്കിൽ നമുക്ക് ഞാനൊരു വെയിറ്റേജ് കൊടുക്കുന്ന ഏരിയയിൽ ഒന്ന് ഈ ഇൻസ്ട്രുമെന്റുകളാണ്. അത് കഴിഞ്ഞൊരു വെയിറ്റേജ് കൊടുക്കുന്ന ഏരിയ പ്രിസമാണ്. പ്രിസത്തിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാം. പിന്നെ നമ്മൾ കൊടുക്കുന്നത് ലെൻസിനാണ്. ലെൻസസിന് ഒരു ഇമ്പോർട്ടൻസ്, ലെൻസിന്റെ ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ ഒരു വെയിറ്റേജ് നിങ്ങൾക്ക്. പക്ഷെ ഞാൻ പറഞ്ഞു, ഇനിയും എന്തൊക്കെ പഠിച്ചാലും ഇല്ലേലും ഇത്രയും ടോപ്പിക്കുകൾ, റിഫ്രാക്ഷൻ, അതേപോലെ ക്രിട്ടിക്കൽ ആംഗിളിന്റെ കോൺസെപ്റ്റ്, ലെൻസസ് ഇൻ കോണ്ടാക്ട്, ക്രിട്ടിക്കൽ ആംഗിൾ ഇവിടെയും ചോദിച്ചിട്ടുണ്ട്, പവർ ഓഫ് ലെൻസ്, ലെൻസ് മേക്കേഴ്സ് ഫോർമുല, ഇത് ലെൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒരുപാട് തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഒരു തവണ അസ്ട്രോണമിക്കലി എന്ന് ചോദിച്ചു, ഇവിടെ റെസൊല്യൂഷൻ ഓഫ് ടെലിസ്കോപ്പ് ചോദിച്ചു, ഇവിടെ പവർ ഓഫ് ടെലിസ്കോപ്പ് ചോദിച്ചു. മൈക്രോസ്കോപ്പിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. സോ നമ്മൾ ഈ വർഷം മൈക്രോസ്കോപ്പിൽ നിന്ന് ചോദിച്ചേക്കാം, ഒരു എക്സ്പെക്ടേഷൻ വെക്കാം. അതുപോലെ മിറേഴ്സിൽ നിന്ന് ബേസിക് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല.
സോ ആ ഏരിയ കൂടി നമ്മൾ ഇതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. അതുപോലെ വേവ് ഒപ്റ്റിക്സിലേക്ക് വന്നാൽ നിങ്ങൾ ഒന്നും പഠിച്ചില്ലെങ്കിലും യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് പ്രോപ്പർ ആയിട്ട് പഠിക്കുക എന്ന് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റും ബ്രൂസ്റ്റേഴ്സ് ലോയിൽ നിന്നുമാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ. ഇതല്ലാതെ അപ്പാർട്ട് ഫ്രം വേറെ ടോപ്പിക്കുകൾ ഒരുപാടുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ ഉറപ്പായിട്ട് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റും ബ്രൂസ്റ്റേഴ്സ് ലോയും നിങ്ങൾ വൃത്തിക്ക് പഠിക്കുക തന്നെ വേണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഞാൻ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ, ഇതൊക്കെ ആ ചാപ്റ്ററിൽ നിന്ന് ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കുകളും, പ്രത്യേകിച്ച് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് നോക്കിയാൽ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്, ഡി ബ്രോഗ്ലി. അപ്പൊ അത് കാണുമ്പോൾ തന്നെ ആ ഒരു ഏരിയ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, ഈ ചാപ്റ്ററിൽ നിന്നും അത് ഡ്യുവൽ നേച്ചർ ആയിക്കോട്ടെ, ഇത് നോട്ടീസ് ചെയ്യുക, പോസ് ചെയ്തൊന്ന് നോട്ടീസ് ചെയ്യുക. അതുപോലെ ആറ്റം ആയിക്കോട്ടെ, അതേപോലെ ന്യൂക്ലിയർ ആയിക്കോട്ടെ, ഈ ചാപ്റ്ററുകൾ നിങ്ങളൊന്ന് പോസ് ചെയ്ത് ഇത് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക. ഈ ഏരിയാസ് കണ്ടാൽ മനസ്സിലായി. അറ്റോമിക് സ്പെക്ട്രത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ഹൈഡ്രജൻ സ്പെക്ട്രം ഭയങ്കര ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. ഹൈഡ്രജൻ സ്പെക്ട്രം, അതുപോലെ ബോർ ആറ്റം മോഡലിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയുന്നു, ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു സ്പെസിഫിക് ടോപ്പിക്ക് ഞാൻ പറയില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ 3 ചാപ്റ്ററും വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്ററുകളാണ്. അപ്പോൾ ഈ ഏരിയ ഒന്ന് പോസ് ചെയ്ത് വെച്ചുകൊണ്ട് നിങ്ങൾ ഇതിലെ ടോപ്പിക്കുകൾക്കൊക്കെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. എനർജി മാസ് റിലേഷൻ, അതുപോലെ ഫിഷൻ ഒന്നും ഇനിയും വരാൻ സാധ്യതയില്ല. പക്ഷെ നമുക്ക് ഇത് കഴിഞ്ഞ പ്രീവിയസ് വർഷങ്ങളിൽ ചോദിച്ച ഇതിലെ ചില ടോപ്പിക്കുകൾ ഡിലീറ്റഡ് ആണ്, നമുക്കറിയാം. പക്ഷെ ബട്ട് സ്റ്റിൽ ആ ഡിലീറ്റ് ചെയ്ത ടോപ്പിക്കുകൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ നിങ്ങൾ പിക്ക് ചെയ്യുക. ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ടോപ്പിക്കുകൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ കൂടെ നമുക്ക് കുറച്ച് ടോപ്പിക്കുകൾ ആഡ് ഓൺ ചെയ്യാം. അതുപോലെ സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ലോജിക് ഗേറ്റ് ഒരിക്കലും പഠിക്കാതിരിക്കരുത്. ലോജിക് ഗേറ്റ്സ് ലോജിക് ഗേറ്റിലെ ഗ്രാഫ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ലോജിക് ഗേറ്റ് വെരി വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഒരു കാരണവശാലും ലോജിക് ഗേറ്റ്സ് പഠിക്കാതെ എക്സാം ഹാളിൽ പോകരുത്. എഴുതി വെച്ചോ, 2025 ക്വസ്റ്റ്യൻ പേപ്പറിൽ ലോജിക് ഗേറ്റ്സിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. നമുക്കത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. കാരണം കഴിഞ്ഞ വർഷങ്ങളിലെ ജെഇയുടെ ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടെ, നീറ്റിന്റെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ, ലോജിക് ഗേറ്റ്സിൽ നിന്ന് മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പല ടോപ്പിക്കുകളും നമ്മളിപ്പോൾ ഈ വർഷത്തെ ഏറ്റവും റീസെന്റ് NCERT നോക്കിക്കഴിഞ്ഞാൽ പല ടോപ്പിക്കുകളും എടുത്ത് ഇതിൽ നിന്നൊക്കെ മാറ്റിയിട്ടുണ്ട്. പക്ഷേ ലോജിക് ഗേറ്റ്സ് സ്റ്റിൽ അവിടെ ഉണ്ട്. കാര്യം അതിന് ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അത്ര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് ഇതിൽ നിന്ന് നമുക്ക് പറയാനുള്ളത്. പിന്നെ നമുക്ക് അറിയാം പി ആൻഡ് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്, സെനർ ഡയോഡ്, PN ജംഗ്ഷൻ, ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണുന്നു. അപ്പൊ നിങ്ങൾ ഇതിലൊരു പ്രയോറിറ്റൈസ് ചെയ്ത് ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകളായിട്ട് നമുക്ക് ഇതിനെയൊക്കെ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റും. ഇനിയും വാട്ട് വി ക്യാൻ എക്സ്പെക്ട് ഇൻ 2025 മെയ് എന്ന് പറയുമ്പം വേറൊന്നുമില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞ ടോപ്പിക്കുകളിൽ നിന്നും, ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ടോപ്പിക്കുകൾ നിങ്ങൾക്കറിയാം, നമ്മൾ ഇതിനു മുമ്പ് അനാലിസിസ് അങ്ങനെയാണ് നടത്തിയിരിക്കുന്നത്. ഈ മിനിമം ടോപ്പിക്കിന്റെ കൂടെ നിങ്ങൾ ആഡ് ഓൺ ചെയ്യേണ്ടതാണ് പ്ലെയിൻ മിറേഴ്സ്, സ്ഫെറിക്കൽ മിറേഴ്സ്, അതുപോലെ ടോട്ടൽ റിഫ്ലക്റ്റിംഗ് പ്രിസം ആൻഡ് മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പിൽ നിന്ന് ഇതുവരെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. സോ വി ക്യാൻ എക്സ്പെക്ട് ഫ്രം മൈക്രോസ്കോപ്പ് ഓർ പ്ലെയിൻ മിറേഴ്സ്. ഇതിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. കാര്യം കഴിഞ്ഞ 5 കൊല്ലം എടുത്താൽ ഈ ഏരിയന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല, ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. സോ നമുക്ക് ഇവിടുന്ന് ഒരു എക്സ്പെക്ടേഷൻ വെക്കാം. ഉറപ്പായിട്ടും നിങ്ങൾ ഇത് പഠിക്കുക വേണം. കാര്യം ഇതിൽ നിന്ന് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ക്വസ്റ്റ്യൻ ചോദിച്ചു. പ്രസത്തിൽ നിന്ന് ചോദിച്ചു, സ്മോൾ ആംഗിൾ പ്രസം ചോദിച്ചു, ടെലിസ്കോപ്പിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറുണ്ട്. ടെലിസ്കോപ്പ് ചോദിച്ചിട്ടുണ്ട്, ലെൻസസ് ഇൻ കോൺടാക്ട്, പവർ ഓഫ് ലെൻസ്. അപ്പൊ ഇത് എന്തായാലും നിങ്ങൾ പഠിക്കണം. ക്രിട്ടിക്കൽ ആംഗിൾ, ടോട്ടൽ ഇന്റേണൽ റിഫ്രാക്ഷൻ ഒക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് എന്തായാലും നിങ്ങൾ പഠിക്കുക തന്നെ വേണം. NCERT ബേസ് ചെയ്ത് നിർത്തിയിട്ടുള്ള കാര്യം മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അഡീഷണലി ഇത് കൂടെ നിങ്ങളുടെ സിലബസിലേക്ക്, നിങ്ങൾ പഠിക്കുന്നതിലേക്ക് മിനിമം ആഡ് ഓൺ ചെയ്യുക. കഴിഞ്ഞ 5 കൊല്ലമായിട്ട് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റും ബ്രൂസ്റ്റേഴ്സ് ലോയിൽ നിന്നും മാത്രമേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ. വേവ് ഒപ്റ്റിക്സിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഹൈജീൻസ് പ്രിൻസിപ്പിൾ, അതുപോലെ ഡിഫ്രാക്ഷൻ, പോളറൈസേഷൻ, അതുപോലെ മാലസ് ലോയിൽ നിന്നും ഇതിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ച് കാണുന്നില്ല. അതുപോലെ പോളറൈസേഷനും ഡിഫ്രാക്ഷനും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുകളാണ്. അപ്പൊ ഉറപ്പായിട്ടും നിങ്ങൾ ഈ 2 ടോപ്പിക് എന്തായാലും നിങ്ങൾ 100% പഠിക്കണം. അതോടൊപ്പം അതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ് ഈ 4 ആൾക്കാർ. അപ്പൊ ഇവരെ പറ്റിയുള്ള ബേസിക് ഐഡിയ പഠിക്കുക. അതായത് ഇനിയും കംപ്ലീറ്റ്ലി പഠിച്ചൊരു കുട്ടിയെ നമ്മൾ ഇനി ഇതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അതവൻ പഠിച്ചോളൂ, അവൻ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്ത് എക്സാമിലേക്ക് പോകും. പക്ഷെ നമ്മൾ ഇനിയും ഒന്ന് സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ, എനിക്ക് ഈ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മാർക്കിലേക്ക് എത്തണം, എനിക്കൊരു 150+, അറ്റ്ലീസ്റ്റ് ഒരു 120+ലേക്കെങ്കിലും ഫിസിക്സ് എത്തണം എന്നതാണ് കാര്യം. 120+ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നാണ് എന്റെ വിശ്വാസം. കാര്യം എന്താ, ഫിസിക്സിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. കാര്യം എന്താന്ന് വെച്ചാൽ ഈ വർഷം ക്വസ്റ്റ്യന്റെ പാറ്റേൺ മാറി, നിങ്ങൾക്കറിയാം, പഴയ പാറ്റേണിലേക്ക് തിരിച്ചു പോയി. സോ ആ ഓപ്ഷൻസ് എന്ന് പറഞ്ഞൊരു സാധനം ഇനി ഇല്ല. അപ്പം നമുക്ക് പഠിക്കാത്ത ചാപ്റ്ററോ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യനോ സ്കിപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇനി അങ്ങനെ ഒരു പരിപാടി ഇല്ല. അപ്പൊ
45 ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 45 ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഉറപ്പായിട്ടും ആ ചുരുങ്ങിയ സമയം കൊണ്ട് 45 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം. അപ്പൊ 45 ക്വസ്റ്റ്യനിലേക്ക് 28 ചാപ്റ്ററിൽ നിന്ന് 45 ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ആ 45 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ടി വരുമ്പോൾ അതിൽ ചില ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യനുകൾ വരാം. കഴിഞ്ഞ തവണ 5 ക്വസ്റ്റ്യൻ നമുക്ക് 5 ക്വസ്റ്റ്യൻ തള്ളി മാറ്റാൻ പറ്റുമായിരുന്നു. 5 ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ അല്ല. അപ്പം ക്വസ്റ്റ്യന്റെ അല്ലെങ്കിൽ ആ ടോട്ടൽ എക്സാമിന്റെ തന്നെ ഡിഫിക്കൽട്ടി ലെവൽ കുറച്ചൊന്ന് കൂടിയേക്കാം. അപ്പൊ കഴിഞ്ഞ തവണയൊക്കെ 650 കട്ട് ഓഫ് പ്രതീക്ഷിച്ചെടുത്ത് ഈ തവണ ഒരു 600+ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. ഒരു കാര്യം ഞാൻ വീണ്ടും എടുത്ത് പറയുന്നു, ഇങ്ങനെ എക്സാമിന്റെ പാറ്റേൺ മാറി അപ്പൊ ഡിഫിക്കൽട്ട് ആവുന്നു എന്ന് പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ടല്ല കാണേണ്ടത്. ഡിഫിക്കൽട്ട് ആവുമ്പോൾ അത് എല്ലാവരെയും അത് ബാധിക്കും. അതുകൊണ്ടാണ് കട്ട് ഓഫ് താഴോട്ട് വരാൻ സാധ്യത. അല്ലെങ്കിൽ നമ്മൾ അത്രയും കട്ട് ഓഫ് കൂടുതൽ വാങ്ങണം. അപ്പൊ അത്രയും കട്ട് ഓഫ് കൂടുതൽ വാങ്ങണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഫിസിക്സിന് 150+ വാങ്ങണം. 150+ വാങ്ങേണ്ടടുത്ത് 120+ എങ്കിലും മിനിമം സ്കോർ ചെയ്യാനാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. അപ്പൊ അത് എത്തിക്കഴിഞ്ഞാൽ ഏറെക്കുറെ നമുക്ക് നീറ്റിന്റെ ഒരു സേഫ് സ്കോറിൽ നിങ്ങൾക്ക് ലാൻഡ് ചെയ്യാൻ പറ്റും. സോ അതിനുള്ള പ്ലാനിങ്ങിലാണ് ഈ ടോപ്പിക്കുകളൊക്കെ ഉൾപ്പെടുത്തുന്നത്. നോക്ക്, ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്ററിൽ ഒരു ഒറ്റ അഡീഷണൽ പോയിന്റ് കൊടുത്തിട്ടില്ല. കാര്യം ഓൾമോസ്റ്റ് ആ ചാപ്റ്ററിലെ എല്ലാ ഏരിയാസ് ആണ്. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്, പവർ ഓഫ് സോഴ്സ്, അത് ജസ്റ്റ് അതുമായിട്ട് സോഴ്സിന്റെ പവറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ത്രെഷോൾഡ് ഫ്രീക്വൻസി, വർക്ക് ഫംഗ്ഷൻ, ഫോട്ടോ ഇലക്ട്രിക് ഒക്കെ നിങ്ങൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ചാപ്റ്റർ പഠിച്ചു എന്ന് പറയാൻ പറ്റും. അപ്പൊ ഉറപ്പായിട്ട് ഇത് ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുക എന്നുള്ളതാണ്. ആറ്റത്തിൽ നിന്ന് റൂദർഫോർഡ് ആറ്റം മോഡലിൽ ഇതുവരെ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടില്ല. കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന്, അതുപോലെ ഡി ബ്രോഗ്ലി എക്സ്പ്ലനേഷൻ ഫോർ ബോർ ആറ്റം മോഡൽ, അത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ റൂദർഫോർഡ് ആറ്റം മോഡലിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ച് അധികം കണ്ടിട്ടില്ല. നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് റീസെന്റ് കഴിഞ്ഞ 5 വർഷമായിട്ട് ചോദിച്ച ഇവിടെ ഈ ടോപ്പിക്കിൽ നിന്നാണ്. അതിന്റെ കൂടെ ഈ ടോപ്പിക്കുകളൂടെ നിങ്ങളൊന്ന് ആഡ് ഓൺ ചെയ്യുക. നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. ഇപ്പൊ റൂദർഫോർഡ് ആറ്റം മോഡൽ പഠിക്കാനിരിക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രോപ്പർ ആയിട്ട് അതിന്റെ കോൺസെപ്റ്റ് നമ്മുടെ വൺ ഷോട്ട് സീരീസിൽ ഈ ചാപ്റ്റർ എല്ലാം ഉൾപ്പെടുത്തും. അതിൽ ഈ ടോപ്പിക് എല്ലാം ഉണ്ടാവും. ഞാനിത് പലതവണ പറഞ്ഞതാണ്. എങ്കിലും ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ വേറൊരു സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടിയാവും, വേറെ ചാനൽ പഠിക്കുന്നുണ്ടാവും, ഒരു പ്രശ്നവുമില്ല. റൂദർഫോർഡ് ആറ്റം മോഡൽ പഠിക്കാൻ എടുത്തു വെച്ചാൽ പ്രോപ്പർ ആയിട്ട് അതിലെ ഏതൊക്കെ ബേസിക് കണ്ടന്റുകളാണ് വേണ്ടത് അത് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കുക. അതിൽ നിന്ന് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഇക്വേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് എഴുതി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ടോപ്പിക്കിൽ നിന്ന് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു 10 MCQ എടുത്ത് വെച്ച് അങ്ങ് അറ്റൻഡ് ചെയ്യുക. 10 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. അപ്പൊ നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ കൂടി വരും. അങ്ങനെ ഇതിലിപ്പോ ഒരു 5 ടോപ്പിക് ഉണ്ടെങ്കിൽ മിനിമം 10 ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അപ്പൊ തന്നെ അവൻ 50 ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. 50 ക്വസ്റ്റ്യൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ സമയം കൊടുക്കണം. അതിനുള്ള സമയം കണ്ടെത്താനാണ് അതിനുള്ള സമയം കണ്ടെത്തുക. ഇനിയും വളരെ കുറച്ച് സമയമുണ്ട് നീറ്റിലേക്ക്. സോ ഈ ടോപ്പിക്കുകളൂടെ നിങ്ങളുടെ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോകരുത്. ന്യൂക്ലിയയിൽ ഒരുമാതിരിപ്പെട്ട ഏരിയ എല്ലാം ചോദിച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമ്മൾ ചില ടോപ്പിക്കുകൾ ഡിലീറ്റഡ് ടോപ്പിക്കുകളാണ്, അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. നമുക്ക് ഇതിലേക്ക് അറ്റോമിക് മാസസ്, അതുപോലെ പ്രോപ്പർട്ടീസ് ഓഫ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിൽ നിന്നൊന്നും ഇതുവരെ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടില്ല. ഫ്യൂഷൻ മേ ബി, എങ്കിലും നമുക്കിത് അതാണ് ആദ്യമേ പറഞ്ഞത്. ഈ ചാപ്റ്ററിൽ ആറ്റം ന്യൂക്ലിയർ ഡ്യുവൽ നേച്ചറിൽ ഞാൻ ഓപ്ഷൻസ് വെക്കുന്നില്ല. കാര്യം ഈ നാട്ടിൽ നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാവരും ഈ 3 ചാപ്റ്ററിലെ ക്വസ്റ്റ്യനും ചെയ്യും. ഇപ്പൊ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിൽ ഓപ്ഷൻ വെക്കാറില്ല. കാരണം യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എല്ലാവരും ചെയ്യും. അപ്പൊ അങ്ങനെ പിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 3 ചാപ്റ്ററാണ് ഇവന്മാര്. ഒരു കാരണവശാലും ഒരു ടോപ്പിക്കും വിട്ട് കളയരുതെന്ന് തന്നെയാണ് എന്റെ പേഴ്സണൽ സജഷൻ. ആൻഡ് ഫൈനലി സെമി കണ്ടക്ടറിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ ഏരിയൽസിൽ നിന്ന് ചോദിച്ച് നമ്മൾ ഓൾറെഡി ഇതിനെപ്പറ്റി പറഞ്ഞതാണ്. നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ സിലബസിലേക്ക് നിങ്ങൾക്ക് ഒന്നുകൂടെ ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഒന്ന് ബാൻഡ് തിയറി ഓഫ് മെറ്റീരിയൽസ്. അത് ഇതുവരെ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടില്ല. സോ നമുക്ക് പ്രതീക്ഷിക്കാം ആ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം. അതുപോലെ ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്, പിന്നെ LED ആൻഡ് ഫോട്ടോ ഡയോഡിന്നും ക്വസ്റ്റ്യൻ ചോദിച്ച് കാണുന്നില്ല. കഴിഞ്ഞ 5 കൊല്ലമായിട്ട് LED അതുപോലെ ഫോട്ടോ ഡയോഡിന്നും ക്വസ്റ്റ്യൻ ചോദിച്ച് കാണുന്നില്ല. സോ നമുക്ക് അവിടുന്ന് ഒരു എക്സ്പെക്ടേഷൻ വെക്കാം, ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത ഉണ്ടെന്നൊരു പ്രതീക്ഷ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ഒന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. മക്കളെ, ഞാൻ ഈ ഒരു ടോപ്പിക് അനാലിസിസ് നടത്തി നിങ്ങളുടെ മുമ്പിലേക്ക് വീഡിയോ ഇടുന്നത് ഒരു നേരം പോക്കിനോ
കാരണം കണ്ടിന്യൂസ് ക്ലാസ്സസ് ഇപ്പം നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വൺ ഷോട്ട് സീരീസ് ഒക്കെ പ്രോപ്പറായിട്ട് കാണുന്നതാണ്. പക്ഷെ ഇങ്ങനത്തെ വീഡിയോസ് കുട്ടികൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അതായത് ഇനിയും ഫൈനൽ ഒരു റിവിഷൻ ഇരിക്കുകയാണെങ്കിൽ സാറേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏത് ടോപ്പിക്ക് നോക്കണം എന്ന ചോദ്യം വരുമ്പോഴാണ് ഈ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇരുന്ന് അനലൈസ് ചെയ്ത് അതിലെ ടോപ്പിക്കുകൾ മനസ്സിലാക്കി നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ടോപ്പിക്കുകളോടൊക്കെ പറഞ്ഞു തരിക എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നോർമലി ഒരു ക്ലാസ് എടുക്കുന്നതിനേക്കാളും ഇരട്ടി പണിയുള്ള കാര്യമാണ്. കാര്യം ഒരു ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് കണ്ടിന്യൂസ്ലി കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മളൊക്കെ ഇത് ചെയ്തുകൊണ്ടിരുന്ന പണിയാണ്. ഒരു പാടുമില്ല. ഒരു ടോപ്പിക് എടുക്കുക, പ്രിപ്പയർ ചെയ്യുക, നേരെ കയറി ക്ലാസ് എടുക്കുക. പ്രിപ്പറേഷൻ എന്തായാലും വേണം. ഞാൻ നിങ്ങളോട് അതും പറയുന്നു. പ്രിപ്പറേഷൻ ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് ക്ലാസ് എടുക്കാറ്. അല്ല ചുമ്മാ ഒന്ന് ഒരൊറ്റ സുപ്രഭാതത്തിൽ ആർക്കും ക്ലാസ് എടുക്കാൻ പറ്റത്തില്ല. എല്ലാവരും കഷ്ടപ്പെടാനും ബുദ്ധിമുട്ടാനും തയ്യാറാണ്. ഈ സാധനം, അതായത് ഈ പറയുന്ന ഒരു പ്ലാനിങ് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നടത്താൻ എത്ര സമയം എടുത്ത് ബുദ്ധിമുട്ടിട്ടാണ് ഈ സാധനം നിങ്ങളിലേക്ക് എത്തിക്കുന്നതെന്ന് അറിയാമോ? അതിന്റെ 10-1 കഷ്ടപ്പാട് നിങ്ങൾ പഠിക്കാനുള്ള താല്പര്യം കാണിച്ചാൽ വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ക്രാഷ് കോഴ്സ് മാത്രം പഠിച്ചാൽ നീറ്റ് കിട്ടുമോ? ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് ഉള്ള കാര്യം പറയാം. ഏത് സെന്ററിലാണ് പഠിക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല, ഞാൻ അതൊന്നും ചോദിക്കാൻ പറ്റില്ല. പക്ഷെ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, ക്രാഷ് കോഴ്സ് മാത്രം പഠിച്ചാൽ നീറ്റ് കിട്ടുമോ? എന്റെ സജഷൻ ഇങ്ങനെയാണ്. ഒന്ന്, ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് നമുക്കൊരു എക്സ്പെരിമെന്റ് നടത്തുന്ന പോലെ ചിന്തിക്കുക. അതായത് ക്രാഷ് കോഴ്സ് പോയി പഠിച്ച് ക്രാഷ് കോഴ്സ് വെച്ചിട്ട് ഒരു എക്സാം എഴുതി കഴിയുമ്പം നമ്മൾക്ക് നീറ്റ് എന്ന് പറയുന്ന ഈ ഒരു മഹാസംഭവം എന്താണ്, ഇതിന്റെ ലെവല്, സിലബസ് എങ്ങനെയൊക്കെയാണ് ഉള്ളത്, ഇതിന്റെ ഒരു കോമ്പറ്റീഷൻ, ഒരു മൈൻഡ് ഉണ്ടല്ലോ, ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. ക്രാഷ് പഠിച്ചാൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, ക്രാഷ് മാത്രം പഠിച്ച് നീറ്റ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഞാൻ അതിനൊരു ഉത്തരം നൽകുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ഡിപ്പെൻഡ്സ് ഓൺ ആ കുട്ടിയാണ്. അത് സ്ഥാപനമോ അധ്യാപകനോ ക്ലാസ്സിനെ ഒന്നിനെ അല്ല ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് എന്റെ വിശ്വാസം. അത് ഡിപ്പെൻഡ്സ് ഓൺ കുട്ടിയുടെ പൊട്ടൻഷ്യലാണ്. കുട്ടി ഓൾറെഡി +1 +2 സിലബസ് ഒക്കെ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഓൾറെഡി +1 +2 നല്ല സിലബസ് പഠിച്ചിട്ടുണ്ട്, ഓൾറെഡി കുറെ കാര്യങ്ങളൊക്കെ നല്ല ഇൻഡെപ്തിൽ അറിയാവുന്ന ഒരാളാണെങ്കിൽ ഈസി ആയിട്ട് ക്രാഷ് കോഴ്സ് പഠിച്ചാൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ക്രാക്ക് ചെയ്യുന്ന ഒത്തിരി കുട്ടികളുണ്ട്. ഒരുപാട് കുട്ടികളില്ല, കുറച്ച് കുട്ടികൾ ഉണ്ട് കേരളത്തിൽ. ഉറപ്പായിട്ടും അങ്ങനത്തെ കുട്ടികളും ഉണ്ട്. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇന്ന് തൊട്ടെങ്കിലും ഡിസൈഡ് ചെയ്യണം, എനിക്ക് നീറ്റ് വേണം. ഇനി അങ്ങോട്ട് ഒന്ന് ആലോചിക്കുക, ഒരു കഷ്ടിച്ചൊരു 80-85 ദിവസം കഷ്ടി കാണും. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ മേ ബി ഒരു 80 ഡേയ്സ് കൂടെ കാണും. ഇനിയുള്ള 80 ദിവസം നിങ്ങൾക്ക് കഷ്ടപ്പെടാൻ വയ്യെങ്കിൽ പിന്നെ എങ്ങനെ MBBS എന്ന് പറഞ്ഞൊരു കടമ നിങ്ങൾ കടക്കും? കാര്യം എല്ലാ ദിവസവും കഷ്ടപ്പെടാനുണ്ട്. സോ നമ്മൾ ക്രാഷ് പഠിച്ചാൽ എൻട്രൻസ് കിട്ടുമോ, ഞാൻ ഇനിയും പഠിച്ചാൽ എൻട്രൻസ് കിട്ടും, ഇതല്ല നമ്മൾ ഇനി ചിന്തിക്കേണ്ടത്. എന്റെ പേഴ്സണൽ സജഷൻ ആണ്, നിങ്ങളിൽ നല്ല ആത്മവിശ്വാസം കൊടുക്കുക, പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുക, ഉള്ള സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക, വെറുതെ സമയം കളയാതെ മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് ഷോർട്ട് നോട്ടുകളൊക്കെ വായിക്കുകയും ഇതിനോട് അമിതമായ ഒരു താല്പര്യം കാണിച്ച് നിങ്ങൾ അടിപൊളിയായിട്ട് പ്രിപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്ന കോൺഫിഡൻസോട് കൂടി വേണം നിങ്ങൾ ക്ലാസ്, ഓരോ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനും ഓരോ എക്സാംസ് എഴുതാനും ഈവൻ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പോലും ആ ഒരു പോസിറ്റീവ് മെന്റാലിറ്റി ലൈഫിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പം മക്കളെ, ഓൾ ദ ബെസ്റ്റ്. ഞാൻ അടുത്ത ദിവസം ഉടനെ തന്നെ +1 പാർട്ട് 2 വീഡിയോ കൂടെ ചെയ്ത് നമ്മൾ ഇടുന്നതായിരിക്കും. നിങ്ങൾ വീഡിയോസ് ഒക്കെ പ്രോപ്പറായിട്ട് കാണുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യാം. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.